1940കളുടെ അവസാനം കേരളത്തിലെ സാഹിത്യരംഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഒരു ഇടപെടലുണ്ട്. പുരോഗമന സാഹിത്യ സംഘം എന്ന സംഘടനയുടെ സ്വഭാവത്തിലായിരുന്നു ആ ഇടപെടൽ. സാഹിത്യം എഴുതേണ്ടത് എന്തിനു വേണ്ടിയാണ് എന്ന ഒരു വലിയ ചോദ്യം ഈ സാഹിത്യ സംഘടന ഉയർത്തി. സാഹിത്യകാരൻ ഏതു ചേരിയിൽ എന്നൊരു ചോദ്യം മാക്സിം ഗോർക്കി ചോദിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റ് സാഹിത്യകാരന്മാർ ജനങ്ങൾക്ക് വേണ്ടി എഴുതണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ വിഷയങ്ങൾ, വിപ്ലവകാരികളായ നായകർ ഇവരെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് വേണം സാഹിത്യം എഴുതേണ്ടത്. സാഹിത്യത്തിൻ്റെ സൗന്ദര്യവും മൂല്യവുമൊന്നും അല്ല പ്രധാനം, അത് നൽകുന്ന സന്ദേശമാണ് എന്ന് പുരോഗമന സാഹിത്യ സംഘടനയും അതിൻ്റെ സാർവദേശീയ ഇടതുപക്ഷ രൂപങ്ങളും പ്രചരിപ്പിച്ചു. ഒരു പക്ഷം എഴുത്തുകാർ അതിനെ എതിർത്തു. ബഷീറും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഒരു കാലത്ത് പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ ഒപ്പം നിന്ന എം പി പോളും തകഴി ശിവശങ്കരപ്പിള്ളയും പോലും അതിനെ എതിർത്തു.